ഉയരവും അറിയുവാൻ കൊതിയായിരുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നെ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നെ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. കർത്താവിന് സ്തോത്രം. നമുക്കൊരു പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരുമിച്ച് നമുക്ക് ഭക്തിയോടുകൂടി വായിക്കാം. കർത്താവിന് സ്തോത്രം. 25-ാമത്തെ അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തോത്രം. 2 രാജാക്കന്മാർ 25-ന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് ശബ്ദമുയർത്തി വായിക്കാം. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ പ്രവാസത്തിന്റെ 37-ാം ആണ്ടിൽ 12-ാം മാസം 27-ാം തീയതി ബാബേൽ രാജാവായ എവീൽ മെരോദിക് താൻ രാജാവായ ആണ്ടിൽ യഹൂദ രാജാവായ യഹോയാക്കീമിനെ കടാക്ഷിച്ച് കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച് അവനോട് ആദരവായി സംസാരിച്ച് അവന്റെ ആസനത്തെ തന്നോട് കൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു. അവന്റെ കാരാഗൃഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം നിത്യം അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു. അവന്റെ അഹോവൃത്തിയോ രാജാവ് അവന്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലമൊക്കെയും നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള ഓഹരി കൊടുത്തുവെന്ന്. കർത്താവിന് സ്തോത്രം. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കും നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇതിന്റെ അകത്ത് നിലനിൽക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധിയാത്മാവ് ശക്തമായിട്ട് ഇതിന്റെ അകത്ത് അവൻ പരിവർത്തിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പൊ ആ വചനം നിന്റേതാണ് കർത്താവ്. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കർത്താവ് ഞങ്ങളുടെ ആരുടെയും പേരിന്റെ മഹത്വത്തിലല്ല. കർത്താവ്, അങ്ങയുടെ നാമം മഹത്വം എടുക്കണം. അങ്ങയുടെ നാമത്തിന്റെ ആമേൻ സ്തോത്രം പ്രശസ്തി ഈ ദേശത്ത് വ്യാപരിക്കണം. കർത്താവെ, കടന്നു വന്ന ജനം അങ്ങയുടെ നാമത്തിന്റെ വചനത്താൽ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണം. ഇന്ന് രാത്രി കർത്താവെ, അവിടുന്ന് ഓരോരുത്തരെയും തൊടുമാറാകണമേ. പരിശുദ്ധാത്മാവേ, ഇതിന്റെ അകത്ത് അങ്ങ് ഓരോരുത്തരുടെ മേലും കർത്താവെ കടന്നു വരുന്നത് ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ മനസ്സിലും അനുഭവിപ്പാൻ, ഞങ്ങളുടെ ആത്മാവിൽ തിരിച്ചറിയുവാൻ സ്വർഗീയ പിതാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ നിറയുന്ന ആത്മാവിന്റെ ശക്തി കർത്താവെ ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിക്കട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തമായിരിക്കുന്ന സാന്നിധ്യം കർത്താവെ, ടാൻജിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്, കർത്താവെ നോയബിൾ പ്രസൻസ് ഓഫ് ഗോഡ് കർത്താവ് ഇന്ന് രാത്രി ഞങ്ങൾ അറിയട്ടെ. അപ്പ ഇന്ന് രാത്രി അറിയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, ആമേൻ, നിന്റെ സാന്നിധ്യം എനിക്ക് അറിയണം. നിന്റെ അകത്ത് നിൽക്കുന്ന നിന്റെ സാന്നിധ്യം അറിയണം. യേശുവേ, ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ വലിയ ദാഹത്തോടു കൂടി നിന്റെ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഒരു നദി ഒഴുകുന്നത് പോലെ, ഒരു നദി, ആത്മാവിന്റെ നദി ഒഴുകുന്നത് പോലെ സ്വർഗീയ രാജാവേ, ഇതിന്റെ അകത്ത് അങ്ങ് ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നരയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല കർത്താവെ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു വലിയ ജീവനദി ഇതിന്റെ അകത്ത് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പ. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദിയപ്പ. ഇതിന്റെ അകത്ത് ആ നദി ഒഴുകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീരിനെ മാറ്റുന്ന, കർത്താവെ ഞങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ഒരു ദൈവിക വചനം ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി തരണമേ. പേഴ്സണലായിട്ട് കർത്താവെ, സ്പെസിഫിക് ആയിട്ടുള്ള വചനം, എനിക്ക് വേണ്ടിയുള്ള വചനം ഇന്ന് രാത്രി നൽകി തരണമേ. കർത്താവെ, തലയുള്ള ആ വാക്കുകൾ, വചനം കർത്താവെ ഞങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യട്ടെ അപ്പ. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദി. അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവപ്പച്ചന്റെ പുണ്യനാമത്തിൽ നല്ല പിതാവേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ.
ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ സാന്നിധ്യം ഇതിന്റെ അകത്ത് നിറയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ടുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതിന്റെ അകത്ത് പുതുതായിട്ട് കടന്നു വന്ന ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കത്തിയിറങ്ങുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവം ശക്തിയോടെ നിറഞ്ഞ് കവിയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഓ ദൈവത്തിന്റെ ശക്തി, ശക്തിയുടെ ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി യേശുവിന്റെ സ്നേഹത്താൽ കർത്താവേ, ഈ കുഞ്ഞുങ്ങൾ നിറയപ്പെടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രമപ്പ. കർത്താവേ, അവിടുന്ന് ചെയ്യുവാനിരിക്കുന്ന വൻ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ മുന്നമേ നന്ദി പറയുന്നു. അപ്പച്ചൻ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു അപ്പച്ചന്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നുമാറാകണം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ. ഒരിക്കൽ കൂടി ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. നമ്മൾ വായിച്ചു കേട്ട വാക്യം ഇതായിരുന്നു. ഹല്ലേലൂയ. നബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് ആമേൻ ഇസ്രായേലിലെ ആമേൻ യഹൂദ രാജാവായിരുന്ന ആമേൻ യഹോയാക്കീം എന്ന് പറയുന്ന രാജാവ്, കർത്താവിന് സ്തോത്രം, ആമേൻ ബന്ദിയായിട്ട് പിടിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ആമേൻ. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ വളരെ വേഗത്തിൽ പറയാം. കർത്താവിന് സ്തോത്രം. യഹോയാക്കീമിന്റെ പിതാവ് ആമേൻ, അദ്ദേഹത്തിന്റെ പേര് യഹോയാക്കീം എന്നാണ്. കർത്താവിന് സ്തോത്രം. മകന്റെ പേര് യഹോയാച്ചിൻ എന്നാണ് ആമേൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ രണ്ട് രാജാക്കന്മാരും, ജോസിയ രാജാവിന്റെ ശേഷം വന്ന രണ്ട് രാജാക്കന്മാരും കർത്താവിന് സ്തോത്രം ദൈവസന്നിധിയിൽ അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം ചെയ്തു കൂട്ടി കർത്താവിന്റെ കോപത്തിന്റെ പാത്രമായി തീർന്ന രാജാവാണ് ഈ നമ്മളിപ്പോൾ വായിച്ചു കേട്ട ആമേൻ ആ വേദവാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന യഹോയാക്കീം എന്ന് പറയുന്ന രാജാവിന്റെ പിതാവും ആമേൻ സ്തോത്രം യഹോയാക്കീമും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടുപേരും ദൈവസന്നിധിയിൽ അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു, കുറ്റമില്ലാത്ത രക്തത്തെ ചൊരിഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. കർത്താവിന് സ്തോത്രം. എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാമത്തെ അധ്യായം ആമേൻ സാധനം അതിൻ്റെ 6, 8, 7, 8, 9 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആരും വായിക്കണ്ട. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് പോലെ ആമേൻ സ്തോത്രം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്ത യഹോയാക്കീമിനെയും യഹോയാക്കീമിന്റെ പിതാവിനെയും ഒക്കെ സ്വർഗത്തിലെ ദൈവം ആമേൻ സ്തോത്രം രാജസിംഹാസനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കർത്താവിന് സ്തോത്രം. ദൈവവചനം പറയുന്നത് യഹോയാക്കീം ആമേൻ സ്തോത്രം ബന്ദിയായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി ബാബിലോണിന്റെ രാജാവിന്റെ ആമേൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവമില്ലാതെ കുറെ ആമേൻ സ്തോത്രം പടയാളികളുടെ മധ്യത്തിൽ ഒരു രാജാവ് കിടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പണ്ട് ആമേൻ സ്തോത്രം കൈ നീട്ടുമ്പോൾ ആമേൻ കൊണ്ടു കൊടുക്കുവാൻ കുറെ ആമേൻ സ്തോത്രം പരിചാരകന്മാരും ഭൃത്യന്മാരും ഒക്കെ ഉണ്ടായിരുന്ന രാജാവ് ഇപ്പോൾ ആമേൻ സ്തോത്രം ദയയില്ലാത്ത കുറെ കിങ്കരന്മാരുടെ നടുവിൽ ആമേൻ സ്തോത്രം ബന്ദിയാക്കപ്പെട്ട് കിടക്കുകയാണ്. കർത്താവിന് സ്തോത്രം.
ബന്ധനാവസ്ഥയിൽ കിടന്നിരുന്ന ആമേൻ സോദര രാജാവ് 37 ആണ്ട് അങ്ങനെ കിടന്നു. കർത്താവിന് സ്തോത്രം. ദൈവവചനത്തിനകത്ത് നമ്മൾ വായിച്ചു കേട്ട വാക്യം ഇതായിരുന്നു, 37-ാമത്തെ ആണ്ടിൽ എന്ന് പറഞ്ഞാൽ പ്രവാസത്തിൽ പോയി, പ്രവാസത്തിൻ്റെ 37-ാമത്തെ ആണ്ടിൽ എന്ന് പറഞ്ഞാൽ ബന്ദിയാക്കപ്പെട്ടതിൻ്റെ, കാരാഗ്രഹത്തിൽ കിടക്കാൻ തുടങ്ങിയതിൻ്റെ 37-ാമത്തെ ആണ്ടിൽ, ആമേൻ 12-ാമത്തെ മാസത്തിൽ 27-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 38ആയി. കർത്താവിന് സ്തോത്രം. ദൈവവചനത്തിനകത്ത് നമുക്ക് പലയിടത്തും കാണുവാനായിട്ട് സാധിക്കും. 38 ആമേൻ സ്തോത്രം 38 ആണ്ടായിട്ട് തളർവാദ രോഗിയായി കിടന്നിരുന്നവനെ ആമേൻ എൻ്റെ യേശു സന്ദർശിച്ച കഥകളൊക്കെ നമുക്കറിയാം അല്ലേ? കർത്താവിന് സ്തോത്രം. ബെഥസ്ത കൊളക്കടവിൽ ആമേൻ സ്തോത്രം യേശു ഇറങ്ങി വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അതുപോലെ ആമേൻ സ്തോത്രം ബന്ദിയാക്കപ്പെട്ട യഹോയാക്കീം എന്ന് പറയുന്ന ആമേൻ സ്തോത്രം യഹൂദ രാജാവിനെ കാണുവാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യഹൂദ രാജാവ് കിടന്നിരുന്ന കാരാഗ്രഹത്തിനകത്തേക്ക് ഒരു വാർത്ത വരിക. എന്താണെന്നറിയാമോ? നിന്നെ സ്വതന്ത്രരാക്കിയ. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ വചനത്തിനകത്ത് ഇങ്ങനെ അരിച്ചു പെറുക്കി നോക്കി, കർത്താവേ ആമേൻ എന്തുകൊണ്ടാ ആമേൻ സ്തോത്രം 37 വർഷം കഴിഞ്ഞ് ആമേൻ സ്തോത്രം ഒരു മനുഷ്യനെ ഒരു കാര്യവും ഇല്ലാതെ സ്വതന്ത്രനാക്കുന്നത്? കർത്താവിന് സ്തോത്രം. നമ്മളവിടെ വായിച്ചു കേട്ട വാക്യം ഇങ്ങനെയായിരുന്നു. കർത്താവിന് സ്തോത്രം. ആമേൻ അവൻ എന്ത് ചെയ്തു? ആമേൻ ബാബേൽ രാജാവായ എവിൽ മെറോദോക്ക്, ആമേൻ അതിൻ്റെ ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ഈവിൾ മെറോദോക്ക് എന്ന ഈവിൾ. കർത്താവിന് സ്തോത്രം. ബാലിനെ ആരാധിക്കുന്ന ആമേൻ തിന്മയുടെ മനുഷ്യൻ. കർത്താവിന് സ്തോത്രം. അവൻ്റെ അപ്പൻ അവന് അങ്ങനെ പേരിട്ടത് അല്ലേ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പ്രാകൃതന്മാരായിരിക്കും. മകന് ആമേൻ സ്തോത്രം ഈവിൾ മെറോദോക്ക് എന്നൊക്കെ പേരിട്ട ആമേൻ സ്തോത്രം മനുഷ്യൻ. കർത്താവിന് സ്തോത്രം. എന്തായിരുന്നാലും ആമേൻ സ്തോത്രം ഞാനിങ്ങനെ ചിന്തിച്ചു, ആമേൻ പേര് കൊള്ളത്തില്ലെങ്കിലും ആള് കൊള്ളാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടന്ന ആമേൻ സ്തോത്രം യഹൂദ രാജാവായിരുന്ന യഹോയാക്കീമിനെ 37 ആണ്ട് കഴിഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം പിന്നെ രാജാവായിട്ട് വന്ന ഈവിൾ മെറോദോക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്വതന്ത്രനാക്കുക തൻ്റെ ആദ്യത്തെ ദിവസം തന്നെ. ആമേൻ താൻ സിംഹാസനത്തിലേക്ക് വന്ന ആദ്യ ദിവസം തന്നെ ആമേൻ സ്തോത്രം യഹോയാക്കീമിനെ സ്വതന്ത്രനാക്കുക, അഴിച്ചുവിടുക. കർത്താവിന് സ്തോത്രം. നീ ഇനി കാരാഗ്രഹത്തിനകത്ത് കിടക്കണ്ട. കർത്താവിന് സ്തോത്രം. അവിടെ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാ? അവനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഈ ഗ്രേഷ്യസ്ലി ഫ്രീഡ് ഹിം. കർത്താവിന് സ്തോത്രം. കൃപയായിട്ട് അവനെ വിടുവിച്ചു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി തന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. നിന്റെ രാജാവ് ഇതിനേക്കാ കൃപാനിധിയാ. കർത്താവിന് സ്തോത്രം. ഈവിൾ മെറോദോക്ക് നല്ല മനുഷ്യനെ പോലെ ആമേൻ സ്തോത്രം അഴിച്ചു വിട്ടു. കർത്താവിന് സ്തോത്രം. ആ മനുഷ്യൻ ചിന്തിച്ചു കാണും, ഇപ്പോ ഇങ്ങനെ വിടാൻ എന്താ കാര്യം? ഞാൻ ഈ പുസ്തകം എല്ലാം തിരഞ്ഞു, ഒരിടത്തും ആമേൻ സ്തോത്രം യഹോയാക്കീം ചെയ്ത നല്ല കാര്യത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കൊള്ളരുതാത്ത മനുഷ്യനെന്ന് തിരുവചനം അറ്റസ്റ്റ് ചെയ്ത മനുഷ്യന് സ്വർഗത്തിലെ ദൈവം കൃപ കാണിക്കുക. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ലോകം മുഴുവൻ വെടക്കാണെന്ന് പറഞ്ഞ മനുഷ്യനാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക, he did evil in the sight of God. 9-ാമത്തെ വാക്യത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക, അവൻ ദൈവത്തിന്റെ കണ്ണിൽ നല്ലതൊന്നും ചെയ്തിട്ടില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ കഥയല്ലേ? കർത്താവിന് സ്തോത്രം. അവൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കഥയാ. നല്ലതൊന്നും പറയാനുണ്ടായിരുന്നില്ല ജീവിതത്തിൽ. എടുത്തു പറയാൻ ഒരു മേന്മയും ഉണ്ടായിരുന്നില്ല. കർത്താവിനെ പ്രീതിപ്പെടുത്തുവാൻ തക്കവിധമുള്ള ഒന്നും എടുത്തു കാണിക്കാൻ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ പാപിയായ ഒരു മനുഷ്യനെ തേടി വന്നു. കാരാഗ്രഹത്തിനകത്തേക്ക് ആമേൻ സ്തോത്രം ഇറങ്ങി വന്നിട്ട് പറയുക, കൃപയോടുകൂടി ഞാൻ നിന്നെ വിടുകയാ. കർത്താവിന് സ്തോത്രം. ആമേൻ ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും ആമേൻ പാരമ്പര്യത്തിന്റെയും ഒക്കെ കോട്ടയ്ക്കകത്ത് ആമേൻ തടവറയ്ക്കകത്ത് കിടന്ന നിന്നെയും എന്നെയും ഒരു നാളിൽ എന്റെ യേശു സന്ദർശിച്ചത് കൊണ്ടാ ഇതിന്റെ അകത്ത് നീനും ഞാനും ഇരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. യേശുവിന് മഹത്വം. ആമേൻ. നല്ല കർത്താവേ, നല്ല ദൈവമേ, കർത്താവിന് സ്തോത്രം. ഈവിൾ മെറോദോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ആമേൻ സ്തോത്രം യഹോയാക്കീമിനോട് കൃപ കാണിച്ചെന്ന്, ഗ്രേഷ്യസ്ലി ഫ്രീഡ് ഹിം. കർത്താവിന് സ്തോത്രം.
അവിടെ എഴുതി വച്ചിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. അവൻ ആമേൻ സ്തോത്രം കടാക്ഷിച്ച് വിടുവിക്കുക മാത്രമല്ല, ആമേൻ 28ാമത്തെ വാക്യത്തിൽ പറയുക, he spoke kindly. അവൻ ആദരവായി സംസാരിച്ചു, അവൻ ആശ്വസിപ്പിച്ചെന്ന്. കർത്താവിന് സ്തോത്രം. കർത്താവ് എനിക്ക് പറഞ്ഞു തന്ന കിക്കായിട്ട് ഞാൻ ഈ മെസ്സേജ് ഉണ്ടാക്കാനായിട്ട് ഒരു വളരെ കുറച്ച് സമയം എടുത്ത് കാണത്തുള്ളൂ. ആമേൻ സ്തോത്രം. എൻ്റെ കൊച്ചെന്നോട് വന്നിട്ട് ചോദിച്ചു, രാത്രി മുഴുവൻ ഇരിക്കാറില്ല പപ്പ, ഇത്ര പെട്ടെന്ന്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കഥ എഴുതാൻ എത്ര സമയം വേണം? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ഒരു ദൈവമുണ്ട്, ഒരു രാജാവുണ്ട്. അവന്റെ പേരാണ് നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. ഈവൽ മർദൂക്ക് ചെയ്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ആദരവായിട്ട് സംസാരിച്ചു. കർത്താവിന് സ്തോത്രം. ഒരു തടവുള്ളിയോട് സംസാരിക്കുന്നത് പോലെയല്ല. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യം അങ്ങനെയല്ലേ? നമ്മുടെ പാസ്റ്റ് സിൻസിന്റെ കണക്കെടുത്താൽ പ്രിയമുള്ളവരെ, എൻ്റെ തല പൊങ്ങത്തില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മിടുക്കൊന്നും പറയാനായിട്ടില്ലാതെ ആമേൻ സ്തോത്രം, എൻ്റെ തല പൊങ്ങത്തില്ല. സത്യമാ. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത് നമ്മുടെ കഥയാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. he spoke kindly. കർത്താവിന് സ്തോത്രം. അവൻ ദയോടെ സംസാരിച്ചു. എൻ്റെ യേശു അതിലും ദയോടെ എന്നോട് സംസാരിച്ചു. ആമേൻ സ്തോത്രം. അധ്വാനിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വാ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. പാപിനിയായിരിക്കുന്ന ഒരു സ്ത്രീ, ഇതിന്റെ അകത്ത് ചിലതിനോട് സ്വർഗത്തിലെ ദൈവം ആമേൻ സ്പെസിഫിക് ആയിട്ട് ദൂത് പറയുക. രാത്രി മുഴുവൻ അപരാധം ചെയ്തിട്ട് കയ്യോടെ പിടിക്കപ്പെട്ടു. മാനസാന്തരം ഉണ്ടായിട്ടല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ സ്തോത്രം. കണ്ടുപിടിക്കപ്പെട്ടത് കൊണ്ടാ. കർത്താവിന് സ്തോത്രം. അന്ന് പിടിക്കപ്പെട്ടപ്പോ ആമേൻ സ്തോത്രം, അവരെല്ലാവരും കല്ലെടുത്തു എറിയാൻ. യേശുവിന്റെ അടുക്കൽ വന്നപ്പോ വചനം പറയുന്നത്, he felt compassion. അവൻ അവളോട് ദയ തോന്നി. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ദൈവത്തെ ആമേൻ സ്തോത്രം അഖിലാണ്ടത്തിൽ നിനക്ക് കാണുവാൻ കിട്ടുകയില്ല. നിന്റെ വീട്ടുകാർ നിന്നെ ഉപേക്ഷിക്കുമ്പോ, നിന്റെ സ്വദേശത്തുള്ളവരും നിന്റെ ആമേൻ കുടുംബക്കാരും നിന്റെ നാട്ടുകാരും നീ പഠിക്കുന്ന വിദ്യാലയത്തിലും ഒക്കെ നിന്നെ ഉപേക്ഷിക്കുമ്പോ, ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്. അവന്റെ പേരാണ് രാജാക്കന്മാരുടെ രാജാവായിരിക്കുന്ന നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. കർത്താവിന് സ്തോത്രം. അവൻ ദയയുള്ള ദൈവമാ, അവൻ മനസ്സലിവുള്ള ദൈവമാ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ രാജാവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ നിന്റെ പാപത്തിന്റെ കണക്കെടുക്കത്തില്ല. എന്റെ രാജാവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. തെറ്റ് ചെയ്താലും നിന്നോട് അവൻ കൃപ കാണിക്കും. ആമേൻ സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം പറയാ, കൃപയാലല്ലോ വിശ്വാസം മൂലം നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടത് മിടുക്കുകൊണ്ടല്ല. ഓ പാസ്റ്റർ ശ്രേഷ്ഠദാസൻ, കർത്താവിന് സ്തോത്രം, എന്നു മുതലാ ഈ ടൈറ്റിൽ കിട്ടിയേ? കർത്താവിന് സ്തോത്രം. തമ്പുരാൻ ഒരു ദിവസം കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നതുകൊണ്ടല്ലേ? ശ്രേഷ്ഠദാസനാണ് പോലും. കർത്താവിന് സ്തോത്രം. പാപത്തിന്റെ ചീട്ടെടുത്താൽ ആമേൻ സ്തോത്രം കൊള്ളരുതാത്തവന്റെ മുമ്പിൽ നമ്പർ 1. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കേട്ടോ? ആമേൻ സ്തോത്രം. കൃപ തോന്നി. ആമേൻ ഒരു രാജാവ് നിനക്കൊണ്ടായത് കൊണ്ടാ. ആമേൻ യെഹോയാക്കീമിന്റെ ഈവൽ മർദോക്ക് എന്ന് പറയുന്ന രാജാവിനേക്കാൾ ആമേൻ മേൽത്തരമായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവ്, നിത്യരാജാവ് ആമേൻ സ്തോത്രം നിനക്കൊണ്ടായത് കൊണ്ടാ ഇന്ന് രാത്രി നീയും ഞാനും ഇതുപോലെ ഇരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഒരു നല്ല പാട്ടുണ്ട്, കുളിച്ചോ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ. കർത്താവിന് സ്തോത്രം. കുഞ്ഞാടിന്റെ രക്തത്താൽ കുളിക്കാൻ പറ്റിയത് കൊണ്ടാ, ശുദ്ധിയാക്കാൻ പറ്റിയത് കൊണ്ടാ. കർത്താവിന് സ്തോത്രം. അവൻ നമ്മെ ശുദ്ധീകരിച്ചത് കൊണ്ടാ. കർത്താവിന് സ്തോത്രം. മൂന്നാമത് ഈവൽ മർദൂക്ക് ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവിന് സ്തോത്രം. അദ്ദേഹം ആമേൻ സ്തോത്രം മറ്റു രാജാക്കന്മാരെക്കാൾ, കർത്താവിന് സ്തോത്രം ആമേൻ, അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം 28-ാമത്തെ വാക്യം ഒന്ന് കൂടി വായിച്ചു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. 28-ാമത്തെ വാക്യം പറയുകയാണ് ആമേൻ സ്തോത്രം, അവനെ ആമേൻ സ്തോത്രം മറ്റു രാജാക്കന്മാരുടെ മീതെ ഇരുത്തിയെന്ന്. എല്ലാവരും പറഞ്ഞ മീതെ ഇരുത്തി. ഒരു രാജാവിന്റെ ക്വാളിറ്റിയാണ്. കർത്താവിന് സ്തോത്രം. രാജാവ് ആദരിക്കുമ്പോൾ ആമേൻ സ്തോത്രം പേഴ്സ് തുറന്നിട്ട് ഏറ്റവും ചെറിയ പൈസ എടുക്കത്തില്ല, നോക്കാതെ എടുക്കത്തുള്ളൂ. കർത്താവിന് സ്തോത്രം.
രാജാക്കന്മാരുടെ ഒരു ക്വാളിറ്റിയാണ്. ആമേൻ. അവര് ആമേൻ സ്തോത്രം. ഒരു കിഴി എന്ന് പറഞ്ഞാൽ ഒരു കിഴിയൊക്കെ അതിനകത്ത് എണ്ണത്തില്ല. കർത്താവിന് സ്തോത്രം. ആമേൻ. പേഴ്സ് തുറന്നിട്ട് കൈ അങ്ങ് പിടിക്കും, അതങ്ങ് കൊടുക്കും. അങ്ങനെയാ. അത് രാജാവിന്റെ സ്റ്റാൻഡേർഡാ. കർത്താവിന് സ്തോത്രം. ഈവിൾ മെർദോക്ക് ആമേൻ സ്തോത്രം മീതെ ഇരുത്തി മാനിച്ചപ്പോ, കർത്താവിന് സ്തോത്രം ആദരവായിട്ട് മാനിച്ചപ്പോ, കർത്താവിന് സ്തോത്രം എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം ആമേൻ സ്തോത്രം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ യേശുവിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു. ആമേൻ സ്തോത്രം. അവനെ ദൈവം സകലത്തിനു മീതെ തലയായിട്ട് വെച്ചു. കർത്താവിന് സ്തോത്രം. വായിക്കാമോ? 1-ന്റെ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മീതെ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്നതിലും സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. കർത്താവിന് സ്തോത്രം. നല്ല സ്ഥലത്താണ് യേശു ഇരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അവന്റെ കാൽക്കീഴില സകല വാഴ്ചയും അധികാരവും ഒക്കെ. പണ്ട് രാഹുവൊക്കെ നോക്കി നടക്കണമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? അവന്റെയൊക്കെ കയ്യിലായിരുന്നു നമ്മുടെ അവൻ സ്തോത്രം കൺട്രോൾ ഇരുന്നേ. കർത്താവിന് സ്തോത്രം. എന്നാൽ യേശുവിൽ വന്നപ്പോ ആ ചരടങ്ങ് പൊട്ടി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേട്ടോ? ആമേൻ സ്തോത്രം. എന്റെ യേശു ഇരിക്കുന്നത് സകലത്തിന്റെയും മീതെയാ. കർത്താവിന് സ്തോത്രം. ഇനി 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവിടെ ഇരിക്കുക മാത്രമല്ല, പിന്നെയോ കർത്താവിന് സ്തോത്രം 2-ന്റെ 6. കർത്താവിന് സ്തോത്രം 2-ന്റെ 6. ആമേൻ സ്തോത്രം. നിന്നെയും എന്നെയും നമ്മളെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് കർത്താവിന് സ്തോത്രം ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. 6-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. He has raised us up together. കർത്താവിന് സ്തോത്രം. നമ്മെ അവൻ ആമേൻ സ്തോത്രം അവനോടുകൂടെ ഉയർത്തി. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അവനോടുകൂടെ ആമേൻ സ്തോത്രം കർത്തൃത്വത്തിനും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വരാനുള്ളതിനും വന്നതിനും ഒക്കെ മീതെ ഇരുത്തി. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഏത് രാജാവാ? ആമേൻ സ്തോത്രം. ഈവിൾ മർദോക്കാണോ നിന്റെ രാജാവാണോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആമേൻ സകലത്തിനും മീതെ നമ്മെ ഓരോരുത്തരെയും ഇരുത്തിയെന്ന്. കർത്താവിന് സ്തോത്രം. വീണ്ടും ആമേൻ സ്തോത്രം. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 27-ലേക്ക് പോകാം. 25-ന്റെ 27 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. കർത്താവിന് സ്തോത്രം. 29-ാമത്തെ വാക്യം പറയുകയാണ്. ആമേൻ സ്തോത്രം. ആമേൻ. മറ്റു രാജാക്കന്മാരുടെ മീതെ ഇരുത്തി. പിന്നെ അവന്റെ കാരാഗൃഹ വസ്ത്രം മാറ്റി. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം എന്താണെന്നറിയാമോ? കാരാഗൃഹത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രം. കർത്താവിന് സ്തോത്രം. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ ദൈവത്തിന്റെ മുമ്പിൽ വന്നിട്ട് ആമേൻ പിശാച് പറയുകയാ, ആമേൻ ഇവൻ മുഷിഞ്ഞ വസ്ത്രമുള്ളവനാ. യോശുവയെ കുറിച്ച് പറയുക മുഷിഞ്ഞ വസ്ത്രമുള്ളവനാ. കർത്താവ് പറഞ്ഞു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം രാജാവ് ഉത്തരവിട്ടു. എന്താണെന്നറിയാമോ? അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഉത്സവ വസ്ത്രം ധരിപ്പിപ്പാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, യേശുവിനെ കുറിച്ച്, യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാവെന്ന് പറയുന്നൊരു പ്രവാചകനിലൂടെ എൻ്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം യേശുവിനെ കുറിച്ചുള്ള പ്രവചനം അറിയിച്ചു. എവിടെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ആമേൻ സ്തോത്രം. വായിച്ചാട്ടെ. 61-ന്റെ യേശയ്യാ പ്രവചന പുസ്തകം 61-ാമത്തെ അധ്യായം. ആമേൻ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് വായിച്ചോ. 1 മുതൽ വായിച്ചു. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കാനും യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും സീയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമകരെയും
ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷന്ന മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും. കർത്താവിന് സ്തോത്രം. എന്റെ രാജാവ് ആമേൻ സ്തോത്രം എനിക്ക് ചെയ്തത് എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം എന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി, എന്നിട്ട് സ്തുതി എന്ന ഒരു പുതിയ മേലാട തന്നു. കർത്താവിന് സ്തോത്രം. വായിച്ചു, സ്തുതി എന്ന മേലാട തന്നു. അവൻ എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ അറിയണം ഇത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ആമേൻ സ്തോത്രം. ലൂക്കാ സുവിശേഷത്തിനകത്ത് ആമേൻ സ്തോത്രം ആമേൻ അതിന്റെ 4-ാമത്തെ അധ്യായത്തിനകത്ത് വരുമ്പോൾ ആമേൻ 18-ാമത്തെ വാക്യം. കർത്താവിന് സ്തോത്രം. യേശു ഒരു ദിവസം ശബ്ബത്ത് നാളിൽ ആലയത്തിനകത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. 16 മുതലാണ് തോന്നുന്നത്. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. അതിന് മുകളിൽ രണ്ട് വാക്യം മുകളിലോട്ട് വായിച്ചോ. അവൻ ശബ്ബത്ത് നാളിൽ പതിവ് പോലെ. അപ്പൊ യേശുവിനൊരു പതിവുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ആ പള്ളിയിൽ പോകുമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവം നമുക്ക് ഒരു മാതൃക തന്നിട്ടുണ്ട്. ആ മാതൃകയുടെ പേരാ യേശു. എൻ്റെ യേശു ചെയ്തത് മാത്രം നീ ചെയ്താൽ മതി, അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന്റെ വചനം പറയുക, അവൻ ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു എന്ന്. കർത്താവിന് സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ യേശുവേ, നീ എന്തിനാ പ്രാർത്ഥന കഴിച്ച്? കർത്താവിന് സ്തോത്രം. നീ ആരോടാ പ്രാർത്ഥന കഴിക്കുന്നത്? പിതാവിനോട് പ്രാർത്ഥിക്കാൻ ഇതുപോലെ ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ വിലാപത്തോടെ. കർത്താവിന് സ്തോത്രം. അന്നേരം എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ മാതൃകയാ. കർത്താവിന് സ്തോത്രം. ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, പ്രാർത്ഥിക്കുന്ന എന്തിനാ പാസ്റ്റർ എന്ന്. ഞാൻ ഒരു ദിവസം സ്റ്റണ്ടായി പോയി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്, പ്രാർത്ഥിക്കുന്ന എന്തിനാന്ന്. കർത്താവിന് സ്തോത്രം. പിന്നെ അദ്ദേഹത്തോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, അത് വേറൊരു ദിവസം പറയാം. അമ്മേനെ ഇവിടെ പോയി ഞാൻ ടോപ്പിക്ക് മാറും, അതുകൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോലെ എന്തിനാ കുറേ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കൊരു മാതൃകയുണ്ട്. നമ്മുടെ യേശു. അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, രാവിലെ മുഴുവൻ ശുശ്രൂഷിച്ചു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നല്ല മാതൃക. അവൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുക, സാക്ഷാൽ അവൻ സ്തോത്രം നിന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ. യേശുവിനെ നോക്കിയാൽ മതി. പ്രാർത്ഥിക്കാത്ത 100 പേര് ചുറ്റും കാണും. അവരെ ഒന്നും നോക്കരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസന്മാരെ നോക്കരുത്. കർത്താവിന് സ്തോത്രം. വീണു പോയവരെയും വീണു പോകാത്തവരെയും ഒന്നും നോക്കണ്ട. ഒരാളെ മാത്രം ശ്രദ്ധിച്ചു നോക്കാനാ വചനം പറയുന്നത്. അത് യേശുവാ. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ 16-17 വാക്യം. ശബ്ബത്ത് തോറും പുസ്തകം അവന് കൊടുത്തു. ശബ്ബത്തിൽ ചെയ്യാറുള്ളത് പോലെ അവൻ വന്നു. ശബ്ബത്തിൽ അവന് പുസ്തകം കൊടുത്തു, വേദപുസ്തകം കൊടുത്തു. അവൻ തുറന്ന് വായിച്ചു. വായിച്ചത് ഏതാണെന്നറിയാമോ? നമ്മൾ വായിച്ച യേശയ്യാ പ്രവചന പുസ്തകത്തിലെ 61-ാമത്തെ അധ്യായമാ അന്ന് യേശു വായിച്ചേ. കർത്താവിന് സ്തോത്രം. വായിച്ചോ ദൈവാസനെ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. 2 വാക്യം കഴിഞ്ഞിട്ട് 21-ാമത്തെ വാക്യം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. എന്റെ രാജാവ് ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. അവൻ ദരിദ്രന്മാരോട് ആമേൻ സ്തോത്രം സദ്വർത്തമാനം അറിയിക്കും. കർത്താവിന് സ്തോത്രം. ബദ്ധന്മാരെ വിടുവിക്കും, പീഡിതന്മാരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിടുവിച്ചയപ്പാൻ. ആമേൻ സ്തോത്രം. ബദ്ധിതന്മാരെ വിടുവിപ്പാൻ ആമേൻ സ്തോത്രം യഹോവയുടെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഇത് പറഞ്ഞത് യേശുവിനെ കുറിച്ചാണ്. കർത്താവിന് സ്തോത്രം. ഈവിൾ മർദോക്ക് ചെയ്തത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ബന്ധനത്തിൽ കിടന്ന, കാരാഗ്രഹത്തിൽ കിടന്ന ആമേൻ സ്തോത്രം യഹോയാക്കീമിനെ വിടുവിച്ചയച്ചതാ. എൻ്റെ രാജാവിനെ സ്വർഗത്തിലെ തമ്പുരാൻ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്ന് അറിയാമോ? ബദ്ധിതന്മാരെ വിടുവിപ്പാനാ. കർത്താവിന് സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ അഴിച്ചുവിടാനാ. ഞങ്ങൾ ആരും കാരാഗ്രഹത്തിൽ കിടക്കുന്നില്ലല്ലോ ഫാസ്റ്ററെ. ആരാണ്ടും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നു അല്ലേ? കർത്താവിന് സ്തോത്രം. നിന്റെ കടക്കെണിയാകട്ടെ, നിന്റെ രോഗമാകട്ടെ, നിന്റെ ആഭിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പാരമ്പര്യത്തിന്റെ ഒക്കെ ശാപത്തിന്റെ ഒക്കെ തടവറയ്ക്കകത്ത് കിടക്കുന്ന ആമേൻ സ്തോത്രം വ്യക്തി ജീവിതങ്ങളോട് സ്വർഗത്തിലെ തമ്പുരാൻ ദൂതറിയിക്കുക, നിനക്കൊരു രാജാവുണ്ട്.
നിന്നോട് കൃപ കാണിക്കുവാൻ ഒരു രാജാവുണ്ട്. നിന്റെ ഇന്നലെകളുടെ ലിസ്റ്റ് എടുക്കാതെ നിന്നോട് ദയ കാണിക്കുന്ന ഒരു രാജാവുണ്ട്. അവന്റെ പേരാണ് നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. ഇന്ന് രാത്രി അവൻ സ്വത്രം ഈ വചനം കേട്ട് വായികളെ തുറന്ന് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നെങ്കിൽ, എന്റെ രാജാവേ എന്നോട് ദയ തോന്നണമേ എന്ന് ആര് വിളിച്ചു പറയുന്നുവോ അവന് വേണ്ടി എന്റെ രാജാവ് നിന്റെ കാരാഗൃഹത്തിന്റെ നടുവിൽ ഇറങ്ങി വരും. ദൈവത്തിന്റെ വചനം പറയുക, ബന്ധിതന്മാരെ വിടിവിപ്പാനാ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുള്ളതാ. ഇന്ന് ഈ വചനത്തിന് നിവൃത്തിയായി. എന്റെ യേശു പറയാ, ഇന്ന് ഈ വചനത്തിന് നിവൃത്തിയായി. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇപ്പൊ പുസ്തകം വായിച്ചു തീർത്ത ഞാൻ തന്നെയാ അയക്കപ്പെട്ട മശിഹ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യഹോയാക്കീമിന്റെ മുന്നിൽ ദയ കാണിച്ച ഈവിൾ മർദോക്ക് എന്ന് പറയുന്ന രാജാവ് ആമേൻ സ്തോത്രം ചെയ്ത അടുത്ത കാര്യം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. അവൻ ഹല്ലേലൂയ. വായിക്കാം നമുക്ക് 27-ന്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കർത്താവിന് സ്തോത്രം. 29-ാമത്തെ വാക്യം. 29-ാമത്തെ വാക്യം. ആ കാരാഗൃഹ വസ്ത്രം മാറ്റി നിത്യം അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു. കർത്താവിന് സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവിന് സ്തോത്രം. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒബാമ എന്നെ ബ്രേക്ക്ഫാസ്റ്റിന്, ആമേൻ, ഒബാമയുടെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണം ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞ ദൈവദാസനെ എനിക്കറിയാം. കർത്താവിന് ദൈവദാസൻ പോയതാ കേട്ടോ. ആമേൻ സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ദൈവദാസനാണ്. കർത്താവിന് സ്തോത്രം. അദ്ദേഹം US പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ഷണം കിട്ടി. കർത്താവിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ കൂടെ, പ്രസിഡന്റിന്റെ കൂടെ, ആമേൻ സ്തോത്രം, ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കാൻ. അത് അദ്ദേഹം എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവിന് സ്തോത്രം, ഒരു കാരാഗ്രഹത്തിൽ കിടന്ന ഒരു മനുഷ്യനെ വിളിച്ചേച്ചും ഒരു രാജാവ് കൃപ കാണിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നിത്യം. നിത്യം എൻ്റെ മേശയെ നീ ഭക്ഷിച്ചോ. കർത്താവിന് സ്തോത്രം. രാജാവിന്റെ ജ്യൂസ് വേറെ ജ്യൂസാ. ആമേൻ. പാലസിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അല്ലേ? കർത്താവിന് സ്തോത്രം. അത് നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുന്ന പോലെ അല്ല അല്ലേ? കർത്താവിന് സ്തോത്രം. അത് സ്പെഷ്യലാ. അവിടുത്തെ ഫ്രൂട്ട് സ്പെഷ്യലാ, എല്ലാം സ്പെഷ്യലാ. ആമേൻ സ്തോത്രം. ഒരു ബന്ദിയാക്കപ്പെട്ട തടവറയിൽ കിടന്ന ഒരുവനെ ആമേൻ സ്തോത്രം രാജാവ് വിളിച്ച് മേശയിലിരുത്തിയെന്ന്. ആമേൻ സ്തോത്രം. ഞാനിത് വായിച്ച് ഇമ്മീഡിയറ്റ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വായിച്ചു. വെളിപ്പാടിന്റെ പുസ്തകം 3:20. കർത്താവിന് സ്തോത്രം. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. Amen. Behold, I stand at the door. Amen. I'm knocking at your door. Amen. സ്തോത്രം. If you open. കർത്താവിന് സ്തോത്രം. നീ ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ്, ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. എൻ്റെ രാജാവ് എന്നെ വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം. അവന്റെ വേലക്കാരനാകാനല്ല, അവന്റെ ദാസൻ പണിക്കല്ല, പിയൂണാകാനല്ല, ഓഫീസ് ബോയ് ആകാനല്ല. പിന്നെയോ അവന്റെ മേശയിൽ അത്താഴം കഴിക്കാനാ. ഇന്ന് രാത്രി കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുകയാ. Behold, I stand at your door. ഇന്ന് രാത്രി എത്ര പേര് പറയും, എന്റെ രാജാവേ എനിക്ക് വേണം ഒരു വിടുതൽ. എന്റെ രാജാവേ ഇതുപോലൊരു കൃപ നീ എനിക്ക് വേണ്ടി ചെയ്യണം. എന്റെ രാജാവേ എന്നെ ഈ പാപത്തിൽ നിന്ന് വിടുവിക്കണം. എന്റെ രാജാവേ എന്നെ ഈ ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. Oh, you set me free, oh God. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അവൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ നിന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുക, യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും രക്ഷ പ്രാപിക്കും. കർത്താവിന് സ്തോത്രം. നിനക്കൊരു രാജാവുണ്ട്. ഞാൻ ആമേൻ സ്തോത്രം. നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ ദൈവമേ ഈവിൾ മർദോക്ക് എത്ര നല്ലവനാ. അതിലും നല്ലൊരു രാജാവിനെ കുറിച്ചാ ഞാൻ ഇവിടെ ഇന്ന് പ്രസംഗിക്കുന്നേ. ആമേൻ സ്തോത്രം. നിന്റെ പാപത്തിന്റെ ചീട്ട് നോക്കാതെ, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം പാപത്തിന്റെ ആഴം നോക്കാതെ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പാപയാഗമായി തീർന്ന എന്റെ രാജാവ്. ഈവിൾ മർദോക്ക് യഹോയാക്കീമിന് പലതും ചെയ്തു കൊടുത്തു. പക്ഷേ അവന് വേണ്ടി മരിക്കാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടോ, എൻ്റെ രാജാവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല, അവൻ എനിക്ക് വേണ്ടി മരിച്ചവനാ.
കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ നല്ല ദൈവമാ നിന്റെ ഹൃദയത്തിന്റെ പടിവാതിൽ നിന്ന് മുട്ടുന്നത്. കർത്താവിന് സ്തോത്രം. എത്ര പേര് ഈ വചനത്തിന് മുന്നിൽ വാതിൽ തുറന്നു കൊടുക്കും? എനിക്ക് ഈ രാജാവിനെ വിട്ട് എവിടെ പോകണ്ടെന്ന് എത്ര പേര് പറയും? യെഹോയാക്കീം അനുഭവിച്ചത് അവന്റെ പാപത്തിന്റെ ശിക്ഷയാ. കർത്താവിന് സ്തോത്രം. അവൻ പലതവണ പ്രവാചകന്മാരിലൂടെ അവൻ സ്തോത്രം പലതവണ ദൂത് അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ അവൻ മെനക്കെടാതിരുന്ന അവൻ സ്തോത്രം പാപത്തിന്റെ വഴികളിൽ നടന്നിരുന്ന രാജാവിനെ അവൻ സ്വർഗത്തിലെ ദൈവം അവൻ സിംഹാസനത്തിൽ നിന്ന് എടുത്തു മാറ്റി. ദൈവത്തിന്റെ വചനം പറയുക, എന്നാലും നീ പാപിയാണേലും നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും നന്മയായിട്ടില്ലേലും നിന്നോട് കൃപ കാണിക്കുന്ന ഒരു രാജാവ്. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കരുത്, കർത്താവിന് സ്തോത്രം എന്നാ പിന്നെ ഇനി പാപം ചെയ്തേക്കാം, ആമേൻ സ്തോത്രം എന്നാ പിന്നെ ഇനിയും ആമേൻ സ്തോത്രം പാപത്തിൽ തന്നെ നടക്കാം. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പേര് കർത്താവിനോട് പറയും, യേശുവേ എനിക്ക് വേണ്ടി മരിച്ച് എന്നെ സ്നേഹിച്ച് ആമേൻ സ്തോത്രം നിന്നെ ആമേൻ സ്തോത്രം നീയുമായിട്ടുള്ള കൂട്ടായ്മ നശിപ്പിക്കുന്ന ആ പാപത്തിനകത്തേക്ക് ഇനിയും എനിക്ക് കൈനീട്ടണ്ടെന്ന് എത്ര പേര് പറയും? കർത്താവിന് സ്തോത്രം. ഞാനൊരു പാപിയാ, എനിക്കൊരു യോഗ്യതയില്ലെന്ന് എത്ര പേര് സമ്മതിക്കും? കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെ പറയുന്ന ചിലതിന് വേണ്ടി രാജാവ് ഇറങ്ങി വരും. നിന്റെ ശാപത്തെ സ്വർഗത്തിലെ ദൈവം പൊട്ടിക്കും. ഇന്ന് രാത്രി മാറാരോഗങ്ങളെ സ്വർഗത്തിലെ തമ്പുരാൻ സൗഖ്യമാക്കും. ഇന്ന് രാത്രി കൃപ കൃപ എന്ന് പറഞ്ഞ് ആണിക്കല്ല് നീ കയറ്റും. നിന്റെ പാപത്തിന്റെ രോഗത്തിന്റെ ആമേൻ സ്തോത്രം നിന്റെ കടബാധ്യതയുടെ കെട്ട് നീ ഇന്ന് രാത്രി പൊട്ടിക്കും. ആമേൻ സ്തോത്രം. നിന്നോട് കൃപ കാണിക്കുന്ന ഒരു രാജാവുണ്ട്. പറഞ്ഞേ, എന്നോട് കൃപ കാണിക്കുന്ന ഒരു രാജാവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ നിത്യവൃത്തി കഴിച്ചു എന്ന് മാത്രമല്ല, ആമേൻ സ്തോത്രം അവന് അഹോവൃത്തിക്ക് വേണ്ടിയത് രാജാവ് കൊടുത്തു എന്ന്. രാജാവ് കരുതി എന്ന്, അവന് വേണ്ടിയതെല്ലാം കരുതി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനം ഏതാണെന്നറിയാമോ? ആമേൻ ലൂക്കായുടെ സുവിശേഷമാ. വായിച്ചോ. കർത്താവിന് സ്തോത്രം 12:24 വാക്യം. കർത്താവിന് സ്തോത്രം. ആമേൻ. യേശു അവരോട് പറഞ്ഞു, നിങ്ങള് കാക്കകളെ നോക്കുവിൻ. കർത്താവിന് സ്തോത്രം. വായിച്ചേ. ആ ആ ആ അതിന് പാണ്ഡികശാലയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ. കർത്താവിന് സ്തോത്രം. ഞാനിത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ കാക്കയ്ക്ക് ഒരു പാൻഡമിക്കും ഇല്ലല്ലോ. കാക്ക ഓരോ ദിവസവും എവിടെയെങ്കിലും പോയി തിരക്കാറുണ്ടോ? ഇന്ന് എത്രയായി കേസ്? ആമേൻ. കേസിന്റെ എണ്ണം കൂടി എത്ര പേര് മരിച്ചു എന്ന് ആമേൻ കാക്ക ചോദിക്കാറുണ്ടോ? കാക്കയ്ക്ക് സാനിറ്റൈസർ വേണ്ട, മാസ്ക് വേണ്ട. ആമേൻ സ്തോത്രം. ഏത് എച്ചിലും ഏത് ഗാർബേജിലും പോകാം, ഒരു കുഴപ്പവുമില്ല. ദൈവത്തിന്റെ വചനം പറയുക, ആ കാക്കയെ ഞാനാ നടത്തുന്നേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലൊരു രാജാവുണ്ട്. കർത്താവിന് സ്തോത്രം. നിന്റെ പ്രയാസങ്ങൾ, നിന്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകരുത് കേട്ടോ. കർത്താവിന് സ്തോത്രം. നിന്റെ തളർച്ചകളെ ആമേൻ സ്തോത്രം, നിന്റെ പരാജയങ്ങളെ ആമേൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല രാജാവുണ്ട് നിനക്ക്. കർത്താവിന് സ്തോത്രം. നീ പാപിയാണെന്ന് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തുവാൻ ആരെയും നീ അനുവദിക്കരുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവിന് സ്തോത്രം. പാപം ചെയ്തു പോയി എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ല, പക്ഷെ പാപത്തിൽ ജീവിക്കുന്നത് വലിയ തെറ്റാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, കർത്താവിന് സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് ഒരു തെറ്റ് പറ്റിപ്പോയി. ആമേൻ സ്തോത്രം. എൻ്റെ ജീവിതത്തിനകത്ത് വീഴ്ചകൾ വന്നിട്ടുണ്ട് ദൈവദാസനെ. എൻ്റെ ജീവിതത്തിനകത്ത് പല സ്ഥലങ്ങളിൽ ആമേൻ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ രാജാവിന് മുന്നിൽ ഞാൻ എന്നെ സമർപ്പിക്കുക. എന്നോട് കരുണ കാണിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ആരുടെയും കൈ ഉയരണ്ട. കർത്താവിന് സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, എല്ലാ കണ്ണുകളും അടച്ചേ, എല്ലാ കണ്ണുകളും അടച്ചേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റ് എനിക്ക് വന്നിട്ടുണ്ട്, ഒത്തിരി സ്ഥലത്ത് ഞാൻ പരാജയപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. നീയുമായിട്ടുള്ള കൂട്ടായ്മ നശിപ്പിച്ചു കളഞ്ഞ, എന്നെ കാരാഗ്രഹത്തിനകത്തേക്ക് വലിച്ചെറിയുവാൻ ഇടയായി തീർന്ന
വലിയ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ എൻ്റെ ഏകാന്തതയിൽ, എൻ്റെ കാരാഗൃഹത്തിൻ്റെ അകത്ത് ഞാൻ എൻ്റെ പാപം ഏറ്റുപറയുകയാണ്. ഞാൻ നിന്റെ സന്നിധിയിൽ അനിഷ്ടമായത് ചെയ്തത് കൊണ്ടാ. എത്ര പേര് സമ്മതിക്കും? എത്ര പേര് പറയും ഞാൻ നിന്റെ സന്നിധിയിൽ അനിഷ്ടമായത് ചെയ്തത് കൊണ്ടാ? യഹോയാക്കീമേ, നീ അനിഷ്ടമായത് ചെയ്തത് കൊണ്ടാ. ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ അനിഷ്ടമായി ചെയ്തത് കൊണ്ടാ, എന്നോട് ക്ഷമിക്കണം. വൺസ് അഗെയിൻ, വൺ മോർ ടൈം, കർത്താവേ, നീ എന്നോട് കൃപ കാണിക്കണം. എന്റെ രാജാവേ, എന്നോട് കൃപ കാണിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുക, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ എന്നോടുകൂടെ എന്റെ മേശയിൽ അത്താഴം കഴിക്കും. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. പ്രിയ ദൈവ പൈതലേ, നീ മടിക്കരുത്. നിന്റെ പാപത്തെ ഏറ്റുപറയുവാൻ, നിന്റെ പാപത്തെ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കുവാൻ, എന്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് അലമുറയിട്ട് കരയുവാൻ നീ മടി കാണിക്കരുത്. ഇന്ന് രാത്രി ഈ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട്, എന്റെ രാജാവ് എനിക്ക് വേണ്ടി ചൊരിഞ്ഞ ആ തങ്ക രക്തം കൊണ്ട് ഒരിക്കൽ കൂടി എന്നെ കഴുകണമേ എന്ന്, ഒരിക്കൽ കൂടി എന്നെ കഴുകണമേ എന്ന് എത്ര പേര് ആഴമായിട്ട് പ്രാർത്ഥിക്കും? ആ കണ്ണുകളൊന്നും നിറയട്ടെ. ആമേൻ. നിന്റെ കാരാഗൃഹത്തിന്റെ അകത്ത് നിന്നോട് കൃപ കാണിക്കുവാൻ ഒരു രാജാവ് കടന്നു വന്നിരിക്കുക. ഒരു രാജാവുണ്ട്. കർത്താവിന് സ്തോത്രം. ഈവിൾ മർദോക്ക്, ആമേൻ, സ്തോത്രം, യഹോയാക്കീമിനോട് കരുണ കാണിച്ചു. എത്ര നാളാണെന്നറിയാമോ? അവന്റെ മരണത്തോളം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്നോട് നിന്റെ ദൈവം, നിന്റെ രാജാവ് കരുണ കാണിക്കും. മരണത്തോളമല്ല, മരണത്തിനപ്പുറവും. കർത്താവിന് സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ ആ രാജാവ് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ആമേൻ. അവയിലൊന്നും നശിച്ചു പോവുകയില്ലെന്ന് പറഞ്ഞ എന്റെ രാജാവ് ഇതിനകത്ത് നടകൊള്ളുകയാ. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ യേശു രാജാവ്, രാജാക്കന്മാരുടെ രാജാവ് ഇതിന്റെ അകത്ത് നടക്കുകയാ. എത്ര പേര് കർത്താവിനോട് പറയാം, യേശുവേ, എന്നോട് ക്ഷമിക്കണം, എന്റെ പാപങ്ങൾ പൊറുക്കണം. ഈ നന്മ അനുഭവിപ്പാൻ ഞാൻ യോഗ്യനല്ല, എന്നെ തെരഞ്ഞെടുപ്പാൻ ഞാൻ യോഗ്യനല്ല. കർത്താവേ, എന്റെ ജീവിതത്തിനകത്തേക്ക് നോക്കിയാൽ നന്മയായിട്ട് ഒന്നും കാണാനില്ല. കർത്താവ്, എന്നോട് ക്ഷമിക്കണം. കർത്താവ്, ഇന്ന് രാത്രി എന്നെ റിസ്റ്റോർ ചെയ്യുന്ന ആ ദൈവ കൃപയ്ക്കായിട്ട് സ്തോത്രം. എന്നെ തിരഞ്ഞെടുപ്പാ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എല്ലാവരും നിന്റെ കാരാഗൃഹത്തിനകത്ത് നിന്റെ പാപത്തെ ഓർക്കാതെ നിന്നെ രക്ഷിച്ച ദൈവം. എത്ര പേര് കരങ്ങളെ ഉയർത്തിയത് പറയും? കരങ്ങളെ ഉയർത്തി എത്ര പേര് പറയും? അത് നിന്റെ കൃപയാ. My gracious King, എന്നോട് കൃപ കാണിച്ച രാജാവേ, യേശുവേ, എത്ര പേര് പറയും അത് എന്റെ കാര്യമാ, അതെന്റെ കാര്യമാ? ഒരിക്കൽ കൂടി